ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വരുമെന്ന് നമ്മൾ അറിയുമല്ലോ. നമ്മളോട് വിളിച്ച് പറയുന്ന ഗസ്റ്റുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വീടൊക്കെ ഒന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുറ്റം ക്ലീൻ ആക്കാമെന്നാണ് കേട്ടോ ആദ്യം ചെയ്യേണ്ടത്. കാരണം മുറ്റം വൃത്തിയായിട്ടാണ് കേട്ടോ ബാക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം മുറ്റം ആകെ പരന്ന് കിടന്നാൽ അതൊരു എന്തോ പോലെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ മുറ്റത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒന്ന് അടിച്ചൊരിയിട്ട് നല്ലോണം ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഉമ്മരത്ത് നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചിട്ടുണ്ടാവുമല്ലോ, മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും ചെരുപ്പും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൻ്റെ സ്ഥാനത്തേക്ക് ഒന്ന് സാധനം മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ സിറ്റ് ഔട്ട് ക്ലീനിങ് ആണ്. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ തിണ്ടൊക്കെ നമ്മളൊരു ടർക്കി ഉപയോഗിച്ചിട്ട് ആദ്യം ഇങ്ങനെ നല്ലോണം തുടച്ചെടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ താഴെ മോപ്പ് ഉപയോഗിച്ചിട്ട് തുടക്കട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗം അങ്ങനെ വൃത്തിയായി കിട്ടിയാൽ പിന്നെ നമുക്ക് അകത്ത് കിച്ചണിൽ പണിയെടുത്തിട്ട് വേണമെങ്കിൽ അകത്തെ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ഇതോട് കൂടി തന്നെ നമ്മൾ അകത്തത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ തിണ്ടൊക്കെ ടർക്കി ഉപയോഗിച്ചിട്ട് നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ മോപ്പ് ഉപയോഗിച്ചിട്ട് പിന്നെ ക്ലീൻ ആക്കി എടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സിറ്റ് ഔട്ട് നല്ല ഫ്രണ്ട് ഭാഗം അങ്ങനെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗം ക്ലിയർ ആയി കിട്ടിയാൽ തന്നെ ഒരുപാട് സമാധാനമാണ്. ഒന്ന് രണ്ട് മഴയൊക്കെ നമുക്ക് നല്ലോണം കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വൃത്തിയാക്കിയിരുന്നു അതൊക്കെ കുറച്ച് മാസങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ, ആഴ്ചകൾ അങ്ങനെയൊക്കെ ഒന്ന് പൊടിയൊക്കെ പിടിക്കാതെ നിൽക്കട്ടോ. അതാണ് ഈ മഴക്കാലത്തിൻ്റെ ഒരു ഗുണം കേട്ടോ. കാരണം നമ്മൾ എന്തെങ്കിലും വൃത്തിയാക്കിയിട്ടാൽ ഫാന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടച്ചിടുക, പിന്നെ നമ്മുടെ റാക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ ഈ മഴക്കാലം മുഴുവൻ നമുക്ക് പിന്നെ തുടക്കേണ്ട ആവശ്യം വരലില്ല കേട്ടോ. കാരണം അത്രത്തോളം പൊടികളൊന്നും പാറാത്തതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ മഴ തുടങ്ങുന്നതിൻ്റെ മുന്നേ ചെയ്ത് വെച്ചാൽ പിന്നെ ആ മഴക്കാലം കഴിയുന്നത് വരെ പിന്നെ ആ കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കലാണ് കേട്ടോ. കാരണം നമുക്ക് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ കടന്നിട്ട് 2-3 ദിവസമായിട്ടുണ്ടാവും. എന്തായാലും വേണ്ടില്ല, നമ്മൾ വരുന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം റൂമത്തെ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വിരിക്കാൻ ചെയ്യണത് കേട്ടോ. കാരണം ബെഡ്റൂം വൃത്തിയായി കിടക്കാനാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ അവർ വരുന്നവരുടെ കൂടെ സ്ത്രീകളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരിങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കട്ടോ. ബെഡ്റൂം എങ്ങനെയുണ്ട്, മുറ്റം എങ്ങനെയുണ്ട്, കിച്ചൺ എങ്ങനെയുണ്ട് എന്നൊക്കെ. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷേ നമ്മളെപ്പോലത്തെ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ മിററാൾ വൃത്തിയാക്കുക കേട്ടോ. അതൊരു ചെറിയതേപോലെ ടർക്കി ഉപയോഗിച്ചിട്ട് നല്ലോണം നനച്ച് പിഴിഞ്ഞിട്ട് തുടച്ചെടുക്കുക. കാരണം മിററുമൊക്കെ നമ്മൾ മക്കളൊക്കെ പിടിച്ചിട്ട് കൈയൊക്കെ ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക ാണ് ചെയ്യുന്നത്. പിന്നെ ടോയ്സ് നമ്മൾ വലിയ ടോയ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കോണിൻ്റെ അടിയിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കലാണ് കേട്ടോ. കാരണം വണ്ടികൾ എത്ര മാറ്റിയിട്ടും കാര്യമില്ല, അത് പിന്നെ നമ്മൾ കരുതുന്ന പോലെ ഒന്നും സ്ഥാനത്ത് നിൽക്കില്ല. എന്തായാലും ഞാൻ ക്ലീൻ ആക്കുന്ന സമയത്ത് അതൊക്കെ ഈ കോണിൻ്റെ അടിയിലേക്ക് മാറ്റി കൊടുക്കലാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ടിവിൻ്റെ മുകൾ വശം അതൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ടോയ്സൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കോ വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ടിവിൻ്റെ ഭാഗം വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ ക്ലാസ്സുമ്പോൾ ഞാൻ പറയുന്നത് പോലെ അത് കുട്ടികൾ എഴുതിയിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ ഒക്കെ ഒരു എന്താ പറയുക, നമ്മുടെ കൈയിൻ്റെ അടയാളം പതിഞ്ഞിട്ടുണ്ടാവും. ചിലരുടേത് കേട്ടോ പതിയാത്തവരും ഉണ്ടാവും. പക്ഷേ നമ്മുടെ മക്കൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കൈയിൻ്റെ അടയാളമൊക്കെ ഇങ്ങനെ നമുക്ക് കാണലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ നമ്മുടെ എന്താ പറയുക ഉൾഭാഗം ഇങ്ങനെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ ഒക്കെ ഒന്ന് സെറ്റായ പോലെ തന്നെ തോന്നും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കലാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുക. അതിനിടയ്ക്ക് പിന്നെ ഗസ്റ്റുകളൊന്നും വരില്ലാന്ന് നമ്മൾ വിചാരിക്കുക. അല്ല, ഇതൊക്കെ ഫാസ്റ്റായിട്ട് ചെയ്തിട്ട് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തുടക്കാൻ പിന്നെ നമുക്കൊരു സമാധാനമാണ്. കാരണം ബാക്കി ഏരിയകളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല, എല്ലാ ഏരിയയും നമ്മൾ നീറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ തുടക്കുന്നതോടൊപ്പം തന്നെ ചെയ്താൽ പിന്നെ അന്ന് തുടച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റൂമിലെ മിററുകളും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാഷ് ബേസാണ്. വാഷ് ബേസിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് മറക്കാതിരിക്കുക. കാരണം നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വന്നാൽ നമ്മൾ എന്തായാലും ഫുഡൊക്കെ കൊടുത്തിട്ട് അവർ കൈ കഴുകാൻ വരുന്നത് നമ്മുടെ വാഷ് ബേസിലേക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ വാഷ് ബേസിൽ നമ്മൾ കഴുകി എന്തെങ്കിലും കച്ചറകളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാത്ത വാഷ് ബേസിനാണെന്നുണ്ടെങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. കാരണം അതൊക്കെ ഒന്ന് നല്ല ക്ലീനിങ്ങിൽ കിടക്കുമ്പോൾ തന്നെ കേട്ടോ ആ വീടിൻ്റെ നീറ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ മറന്നു പോണ കാര്യങ്ങളാണ്.
കാര്യങ്ങളാണ് കേട്ടോ ഈ വാഷ് ബേസ് ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എന്തായാലും നമ്മൾ അതിൻ്റെ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. അതൊക്കെ റെഡിയായി കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു എന്താ പറയുക നല്ല നീറ്റായിട്ട് തന്നെ കേട്ടോ വീട് കിടക്കുക. പിന്നെ ആര് വന്നാലും നമുക്കൊരു പേടിയും പേടിക്കണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ കിച്ചണിലെ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചിട്ട് കൗണ്ടർ ടോപ്പും സിങ്കും ടേബിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം ഉള്ളൊന്നും പിന്നെ നമ്മൾ അങ്ങനെ ഒന്ന് അർജൻറ്റായിട്ട് ചെയ്യേണ്ട കേട്ടോ. കാരണം അതൊക്കെ നമ്മൾ ആര് വന്ന് അതൊന്നും തുറന്നു നോക്കില്ലല്ലോ. ഷോക്കേസിൻ്റെ ഉള്ളിൽ അൽമാറിൻ്റെ ഉള്ളിൽ അതൊന്നും അവരിങ്ങനെ ആരും വന്നാലും തുറന്നു നോക്കാറില്ല. നമ്മൾ ജസ്റ്റ് നമ്മളെ കണ്ണോടിക്കുമ്പോൾ കാണുന്നത് സ്ത്രീകൾ ഞാൻ പറയലുണ്ട് കിച്ചണിലൊക്കെ എന്തായാലും ശ്രദ്ധിക്കും. അപ്പോൾ ആ ഭാഗമൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ വർക്ക് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാം. ഞാൻ പിന്നെ എനിക്ക് വർക്ക് ഏരിയ ഉള്ളതുകൊണ്ട് ഫുള്ള് കാര്യങ്ങളും അവിടെ ഉണ്ടോ. ഇവിടുത്തെ ഈ ക്ലീനിങ്ങിന് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ നമുക്ക് അങ്ങനെ കച്ചറാവണ് നമ്മൾ വർക്ക് ഏരിയ തന്നെ. അത് ഞാൻ ലാസ്റ്റായിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ ഫ്രിഡ്ജ് കാര്യങ്ങൾ സ്വിച്ച് ബോർഡ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രദ്ധിക്കുക. അങ്ങനെ അടുക്കളയിൽ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ നമ്മുടെ കൈ ഓടിച്ചിട്ട് തുടക്കാൻ കഴിയുമോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടും കേട്ടോ. കാരണം അടുക്കള എന്ന് പറഞ്ഞാൽ അത് മസ്റ്റാണ്. ക്ലീനിങ്ങിന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ അടുക്കള വൃത്തിയായി കിടക്കുന്നതാണ് ഏറ്റവും നല്ല വൃത്തി എന്നാണ് എനിക്ക് തോന്നൽ. അതേപോലെ തന്നെ നമ്മൾ അടുക്കള നല്ലോണം ശ്രദ്ധിച്ച് തന്നെ വൃത്തിയാക്കുക. കാരണം നമ്മൾ ഫുൾ ടൈം ഞാൻ പറയലുണ്ട് നമ്മൾ ഫുൾ ടൈം ചിലവഴിക്കുന്നത് അടുക്കളയിലാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും വന്നാൽ നമ്മളിവിടെ എന്തെങ്കിലും ജ്യൂസോ ചായ ഉണ്ടാക്കാൻ വരുമ്പോൾ അവരും നമ്മളെ കൂടെ വന്നിട്ട് ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അവരും തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് കണ്ണോടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്കും തന്നെ ഒരു എന്താ പറയുക നല്ല നീറ്റാണെന്ന് തോന്നണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോളൂ. ഏത് ഗസ്റ്റ് വന്നാലും ആര് വന്നാലും നമുക്കൊരു ടെൻഷനും വേണ്ട കേട്ടോ. നല്ല സെറ്റായിട്ട് തന്നെ നമ്മളെ വീട് കിടക്കൂട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല നീറ്റാണ്. ഇപ്പോൾ നമ്മൾ താഴെ തുടച്ചിട്ടില്ലെങ്കിലും ഏകദേശം നമ്മളെ വീട് ഫുള്ളായിട്ട് നമുക്ക് നീറ്റായമായി തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്